എൻ്റെ ഈസ്റ്റർ ഔട്ട്ഫിറ്റ് കൊള്ളാമെന്ന് പറഞ്ഞ് കുറേ അധികം ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. ഇത് വാങ്ങിയതാണോ, സ്റ്റിച്ച് ചെയ്തതാണോ, മോഡൽ എന്താണെന്നൊക്കെ ചോദിച്ച്. സത്യം പറഞ്ഞാൽ ഞാൻ സ്റ്റിച്ച് ചെയ്തതാണ്. ഇതിന് പ്രത്യേകിച്ച് മോഡലൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ സ്റ്റിച്ച് ചെയ്ത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. സോ ദിസ് ഇസ് അവർ ഈസ്റ്റർ ഔട്ട്ഫിറ്റ്. ആക്ച്വലി ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നൊരു സാരിയാണ് വാങ്ങിയത്. ഇതാണ് സാരിയുടെ മെറ്റീരിയൽ. ഓർഗൻസ സാരി. ഇത് പല കളേഴ്സിൽ അവൈലബിൾ ആണ്. ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നതാണ്. സോ എനിക്ക് സാരി ഉടുക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഇതിനെ കട്ട് ചെയ്തൊരു ചുരിദാർ തയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത് അനാർക്കലിയായി, അങ്ങനെ കുറേ മോഡലായി. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് പോർഷൻ വെക്കാൻ വേണ്ടി ഈ ഒരു മെറ്റീരിയൽ എടുത്തിട്ട് ബാക്കി ഫ്ലെയർ പോലെ നമ്മുടെ സാരിയുടെ മെറ്റീരിയൽ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇനി തയ്ച്ച് കഴിയുമ്പോൾ എന്താവുമെന്ന് എനിക്കറിയത്തില്ല. സോ ഞാനിവിടെ എളുപ്പപ്പണിക്ക് എനിക്ക് അളവെടുക്കുക അങ്ങനത്തെ പരിപാടിയൊന്നും വലിയ ഓർമ്മയില്ല. അതുകൊണ്ട് ഞാൻ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ചുരിദാർ ടോപ്പ് വെച്ചിട്ട് ജസ്റ്റ് അതേപോലെ സ്കെച്ച് ചെയ്തെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ ഈ ടോപ്പ് പോർഷൻ കംപ്ലീറ്റ് ചെയ്തു. ആക്ച്വലി ഇത് ഫുൾ കൈ വെക്കാമെന്നായിരുന്നു വിചാരിച്ചേ. പിന്നെ ഈസ്റ്ററിനൊന്നും നല്ല ചൂടല്ലേ, അപ്പം പിന്നെ കൈ വേണമെങ്കിൽ പിന്നെ വെക്കാം. തൽക്കാലം കൈ വേണ്ട എന്നുള്ളതാണ് നമ്മുടെ തീരുമാനം. നമ്മുടെ ടോപ്പിൻ്റെ ബാക്കി വരുന്ന പോർഷൻ, അപ്പം ആദ്യം ഞാനത് ഞൊറി എടുത്തടിക്കാന്നൊക്കെ വിചാരിച്ച് കുറേ കാട്ടിക്കൂട്ടി കുറച്ച് തുണിയൊക്കെ കളഞ്ഞെങ്കിലും അത് മണ്ടത്തരാന്ന് മനസ്സിലാക്കി ഞാൻ അപ്പം തന്നെ അത് മാറ്റി. സോ നമുക്ക് ഇത് കട്ട് ചെയ്യണം. അംബ്രല്ല കട്ടിങ് മീൻസ് സെമി അംബ്രല്ല കട്ടിങ് അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു ഇതിന് പറയുന്നത്. എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. യൂട്യൂബ് നോക്കിയപ്പോൾ കണ്ടതാണ്. അപ്പം നമ്മൾ മൊത്തം വേണ്ട ലെങ്ത് ആദ്യം എടുത്തു. അപ്പം ഞാൻ ഏകദേശം ഒരു 34-35 ആണ് എടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ ടോപ്പ് പോർഷൻ ഇല്ലേ, ടോപ്പിൽ നമ്മൾ ആദ്യം വെക്കാൻ വെച്ച പോർഷൻ കഴിഞ്ഞിട്ട് അതിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന പാർട്ടാണ്. അപ്പം അത് നമുക്ക് ബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്യുമ്പം ആ ബോഡിയിലുള്ള നമ്മുടെ ആ ഒരു ചുറ്റളവ് മീൻസ് ആ അരയുടെ അളവ് എത്രയാണോ ആ അളവെടുത്തിട്ട് അതിനെ 3.14 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പം നമുക്ക് കിട്ടുന്നത് എന്താണോ ദാറ്റ് വെച്ചിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു മെഷർമെൻ്റ് എടുക്കുക. കാരണം ഇവിടം മുതൽ ഇവിടം വരെ എത്ര ഇഞ്ചാണോ കിട്ടുന്നത്, എനിക്കിപ്പോൾ ഏകദേശം 8 പോയിൻറ്റ് സംതിങ് ആണ് കിട്ടിയത്. അപ്പോൾ ഞാൻ അത്രയും എടുത്തു. ആൻഡ് റൗണ്ടിൽ അത് എടുത്തിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ബാക്കി നമുക്ക് വേണ്ട ലെങ്ത് എത്രയാണെന്ന് കൂടെ നമ്മൾ എടുത്തു, മാർക്ക് ചെയ്തു. അപ്പോൾ ഇതിങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ലൈൻസ് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ പെൻസിലൊക്കെ ആയിട്ട് എടുക്കുക. എനിക്കിങ്ങനെ പ്രൊഫഷണലി ചോക്ക് വെച്ച് വരയ്ക്കുന്നതൊന്നും വലിയ ഇഷ്ടമല്ല. പിന്നെ ചോക്ക് എനിക്ക് കുറച്ച് അലർജി കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഞാൻ തുമ്മും. സോ ഞാൻ ഇതാണ് എടുത്തിട്ടുള്ളത്. അപ്പം ഈ ഒരു ജോയിൻ ചെയ്ത് വെച്ച ലൈൻ വെച്ച് ഇത് കട്ട് ചെയ്യുക, ഇവിടവും കട്ട് ചെയ്യുക, എന്നിട്ട് നമുക്ക് ജോയിൻ ചെയ്ത് തയ്ക്കാം. അപ്പോൾ ടോപ്പ് കംപ്ലീറ്റ്ലി കഴിഞ്ഞു. ടോപ്പ് കഴിഞ്ഞ സമയത്ത് എനിക്ക് തോന്നി ഇവിടെ കുറച്ച് ഭാഗത്ത് ഭയങ്കര എം ടി ആയിട്ട് തോന്നുന്നു. കാരണം നമ്മൾ ബാക്കിലും സെയിം പോർഷൻ തന്നെയാണ് വെച്ചത്. അപ്പം കുറച്ച് എം ടി ആയി തോന്നിയോണ്ട് ഞാൻ കുറച്ച് കയ്യിലുള്ള മുത്തും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വളരെ സിമ്പിളായിട്ടൊരു പലാസോ ആണ് വെച്ചത്. ഇത് കട്ട് ചെയ്തതിൻ്റെ കട്ടിങ് ഒന്നും എന്നോട് ചോദിക്കരുത്, ബിക്കോസ് എനിക്കത് അറിയത്തില്ല. ആ സാരിയുടെ പോർഷനിൽ ലാസ്റ്റ് ഉണ്ടായിരുന്ന ആ ഒരു ലോക്കിങ് അതുപോലെ തന്നെ ഇതിനകത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. കാരണം താഴെ അതിൻ്റെ ഒരു ഭംഗി വന്നോട്ടെ എന്ന് കരുതി. പക്ഷേ ഇതിൻ്റെ കട്ടിങ് എനിക്കറിയത്തില്ല. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പലാസോ പാൻറ്റ് വെച്ചിട്ട് ഞാൻ അതേപോലെ കട്ട് ചെയ്തു, അതുപോലെ സ്റ്റിച്ച് ചെയ്തു. അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ ലാസ്റ്റ് ഒരിക്കലും കിട്ടത്തില്ലെന്ന് വിചാരിച്ചൊരു സാധനമായിരുന്നു എൻ്റെ ഷോള്. ഷോളുള്ള തുണി അതിനകത്തില്ല. മീൻസ് ഞാൻ കുറേ വെട്ടിക്കളിച്ചുകൊണ്ടും തോന്നിയ പോലെയുള്ള കട്ടിങ് ആയതുകൊണ്ടും കിട്ടില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് പറഞ്ഞല്ലോ, ഇതുപോലെ നമ്മുടെ സാരിയുടെ ലാസ്റ്റ് പോർഷനിൽ വരുന്ന ലോക്കിംഗ് ഒക്കെ വെച്ചിട്ട് എനിക്ക് ഇങ്ങനെ ഒരു പകുതി ലെങ്ത്തിലുള്ള ഒരു പീസായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ 2 പീസ് അങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുമെന്നായി. അപ്പോൾ നമ്മൾ ഓൾറെഡി ടോപ്പിന് വെച്ച കുറച്ച് പോർഷൻ ബാക്കി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനെ മിഡിലിൽ അങ്ങ് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പം ഇതൊരു കണക്റ്റിംഗ് പോലെയായി. ആൻഡ് അതിനകത്ത് ഞാൻ കുറച്ച് സ്റ്റോൺസ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അവിടെ ഇവിടെയായിട്ട്. ഒത്തിരി ഒന്നുമില്ല, എന്നാലും എൻ്റെ ഒരു സന്തോഷത്തിന് കാണുമ്പോൾ ഒരു ഭംഗിയൊക്കെ തോന്നുന്നുള്ള എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഞാൻ കൊടുത്തിരുന്നു. സോ ഇതാണ് ഷാളിൻ്റെ ലുക്ക്.